10ാം ക്ലാസ്സിൽ പഠിച്ചിരുന്ന എന്നോട് ആരെങ്കിലും വന്നിട്ട് അന്ന് യൂട്യൂബ് എൻ്റെ ലൈഫിൻ്റെ ഒരു വലിയ ഭാഗമാവും എന്നൊക്കെ വന്ന് പറഞ്ഞിക്കണമെങ്കിൽ ഞാൻ ഒരിക്കലും ഓലെ വിശ്വസിക്കാൻ പോണില്ല. സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യമില്ലേ ഇപ്പം ഇതൊക്കെ ഇപ്പം ഇങ്ങനെയൊക്കെ ആയത്. ഐ റിയലി ഹോപ്പ് ഈ ഒരു വീഡിയോ ഈ ഒരു എപ്പിസോഡ്സ് നമുക്ക് കുറച്ച് പേർക്കെങ്കിലും നല്ല കംഫർട്ടബിൾ ആയിട്ട് സംസാരിക്കാനും കേൾക്കാനും പറ്റുന്ന ഒരു കോർണർ ആവണേ എന്നുള്ളത്. സോ ഇന്ന് നമുക്ക് ഞാൻ എങ്ങനെ ഇവിടെ എത്തി എൻ്റെ യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം ജേണിയും കൂടെ ഒരു ഗെറ്റ് റെഡി വിത്ത് മീയും കൂടെ ആവാം. സോ ഇതിൻ്റെ ഒക്കെ തുടക്കം എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ നിന്നു കേട്ടോ. അതായത് എനിക്ക് ഞാൻ 9th പഠിക്കുമ്പോഴാണ് എനിക്ക് എൻ്റെ ഫസ്റ്റ് ഫോൺ കിട്ടിയത്. അതിന് മുന്നൊക്കെ എൻ്റെ കയ്യിൽ ഒരു ടാബ് ഉണ്ടായിരുന്നു, ലെനോവോൻ്റെ ഒരു ടാബ്, പിന്നെ വെച്ചൊരു ഐപാഡ് മിനി മേടിച്ചു തന്നു. അതായിരുന്നു എൻ്റെ കയ്യിൽ. പിന്നെ 9th ഒക്കെ എത്തിയപ്പോഴാണ് എനിക്ക് ഫോൺ കിട്ടുന്നത്. അതൊരു iPhone 7 ആയിരുന്നു. ഫോണിൻ്റെ ടാബുള്ള ടൈമിലേ ഞാൻ ഈ പിൻട്രസ്റ്റിൻ്റെ ഒരാളായിരുന്നു. അന്ന് മുതലേ പിൻട്രസ്റ്റിൻ്റെ ഉള്ളിൽ പെറ്റ് കിടക്കും ഞാൻ. അപ്പോൾ പിൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ തന്നെ ഐ ബിലീവ് എൻ്റെ കുറേ ആസ്തറ്റിക് ക്രിയേറ്റീവ് സാധനങ്ങളൊക്കെ ഇന്നെ ട്രൈ ചെയ്യാൻ ഇന്നെ പ്രൊമോട്ട് ചെയ്യൽ പിൻട്രസ്റ്റാണ്. എന്തുണ്ടെങ്കിലും ഞാൻ എന്ത് ഐഡിയാസിനും എടുക്കൽ പിൻട്രസ്റ്റ് ആയിരുന്നു പണ്ട്. അപ്പോൾ അന്ന് എനിക്കിങ്ങനെ പിൻട്രസ്റ്റിൽ ഓരോ ഇംഗ്ലീഷ് ക്രിയേറ്റേഴ്സിൻ്റെ ഓരോ സാധനങ്ങൾ കാണുമ്പോൾ എനിക്ക് ബോധ്യമാവും കേട്ടോ, ഇങ്ങനെ ചെയ്ത് നോക്കിയാലോ എന്നൊക്കെ. അപ്പോൾ അന്ന് എനിക്ക് ഇൻസ്റ്റഗ്രാം ഒന്നുമില്ല. 9th എൻ്റെ ഐപാഡൊക്കെ കിട്ടി കുറച്ച് കഴിഞ്ഞപ്പോഴാണ് കാക്കാനോട് ചോദിച്ച് ഞാൻ ഇൻസ്റ്റഗ്രാം എടുത്തത്. അപ്പോഴും അതിക്ക് എൻ്റെ പിക്ചേഴ്സ് എടുക്കണമെങ്കിൽ തന്നെ എൻ്റെ അമ്മേൻ്റെ ഫോണിൽ എന്തെങ്കിലും ഫേസൊക്കെ കാണാത്ത പിക്ചേഴ്സ് അങ്ങനത്തെ കൊടുക്കുള്ളൂ കേട്ടോ. കേട്ടോ ഞാൻ ടോപ്പ് മാറ്റിയിട്ട് വരാം. ടോപ്പ് എനിക്ക് നല്ല ലൂസാണ് തോന്നുന്നു. ഇത് അന്ന് കൊണ്ട് വെച്ചതാ. ഇത് ആക്ച്വലി ഏത് ഡ്രസ്സാണെന്നറിയോ? ആർക്കെങ്കിലും കണ്ട ഓർമ്മ ഉണ്ടോയെന്ന് അറിയില്ല. എൻ്റെ കയ്യിൽ ഈ ഒരു സാരി ഉണ്ടായിരുന്നു, ഈ പേർപ്പിൾ കളറ്. ഇറ്റ്സ് നോട്ട് പേർപ്പിൾ, ഇത് പേർപ്പിളല്ല, ഇത് വേറൊരു കളർ, കുറച്ചുകൂടി ഡാർക്ക് കളറായിട്ടുള്ളൊരു സാരിയാണേ. ഇതിൻ്റെ പേർപ്പിൾ എൻ്റെ കയ്യിലുണ്ട്. ഇത് കുറച്ചുകൂടെ ഒരു ബർഗണ്ടി ഷെയ്ഡായിട്ടുള്ളൊരു സാരിയാണ്. അത് കൊടുത്തിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്യിപ്പിച്ചതാണ് ഈ ടോപ്പ്. അതിലേക്ക് ഷോളും അതിൻ്റെ പാൻറ്റും ഞാൻ ചെയ്യിപ്പിച്ചതാണ്. അപ്പോൾ അങ്ങനെ അന്നൊക്കെയാണ് എൻ്റെ അതിൽ ഇൻസ്റ്റഗ്രാം ഉണ്ടായിരുന്നത്. പിന്നെ അന്നെന്ന് പറഞ്ഞാൽ ഒരു 2018-19 എന്നുള്ള ടൈമാണല്ലോ. അപ്പോൾ ആ ഒരു ടൈമിൽ 2019 ആയിരിക്കും കേട്ടോ. ആ ഒരു ടൈമിൽ ടിക്ടോക്കൊക്കെ ഭയങ്കര ഫേമസ് ആയി നിൽക്കുന്ന ടൈമാണ്. അപ്പോൾ ഞാനിങ്ങനെ കുറേ ക്രിയേറ്റേഴ്സിനെ കണ്ട് അന്നായി നമ്മൾ അസ്തറ്റിക് വീഡിയോസ് എന്നായിരുന്നു പറയുക. നല്ല രസമുള്ള ഭയങ്കര സിമ്പിളായിട്ടുള്ള വീഡിയോസൊക്കെ ഒരു ചെയ്യുന്നത് കണ്ട്. അപ്പോൾ എനിക്ക് എഡിറ്റിങ്ങിൻ്റെ ABCD അറിയില്ല, ഏത് ആപ്പ് എഡിറ്റിങ്ങിന് യൂസ് ചെയ്യണമെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. അങ്ങനെ എനിക്ക് എൻ്റെ ഫോൺ കിട്ടി. എൻ്റെ ഫോൺ കിട്ടിയപ്പം ഞാൻ ചെറുതായിട്ട് ഇങ്ങനെ വീഡിയോസൊക്കെ എടുക്കാൻ തുടങ്ങി. എന്നിട്ട് ഇങ്ങനെ ടിക്ടോക്കിൽ പോസ്റ്റ് ചെയ്യും. എൻ്റെ വീഡിയോസ് വേണമെങ്കിൽ ഞാൻ ഓൾറെഡിയിലൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ തൊലി ഉരിയും നിങ്ങളെ വീഡിയോസൊക്കെ കണ്ടാലും. നല്ല അങ്ങനത്തെ വീഡിയോസ് ഇങ്ങനെ നോക്കിയിട്ട് അതുപോലെ ചെയ്യാൻ നോക്കുന്നതാണെങ്കിലും പക്ക ഫ്ലോപ്സ് ആയിരുന്നു. ബട്ട് അന്ന് എനിക്കത് ഭയങ്കര പ്രൗഡായിരുന്നു. ഓക്കെ, ഞാൻ ഇത്ര ചെയ്തല്ലോ, ഇത് കണ്ടിട്ട് നമ്മൾ എല്ലാ സാധനം വെച്ചിട്ട് ചെയ്തല്ലോ എന്നൊക്കെ. അന്ന് ഓരോരു പ്രത്യേക ഫിൽറ്ററൊക്കെ യൂസ് ചെയ്യും കേട്ടോ. നല്ല രസമുള്ള ഒരു ഐമൂവിയിലെ വിൻറ്റേജ് എന്ന് പറഞ്ഞൊരു ഫിൽറ്റർ ഉണ്ട്. അതൊക്കെ ഒരു യൂസ് ചെയ്യും ഇങ്ങനെ ക്രിയേറ്റേഴ്സ്. അപ്പോൾ അതിൻ്റെ ഗെറ്റ് റെഡി ആവാൻ മറന്നു. ഓക്കെ, ക്രിയേറ്റേഴ്സ് യൂസ് ചെയ്യും. അപ്പോൾ അന്ന് എനിക്ക് ഈ ഫിൽറ്റർ എവിടെ നിന്നൊന്നും അറിയില്ല. അന്ന് യൂട്യൂബിലൊക്കെ നോക്കി കണ്ടുപിടിച്ചിട്ട് ഞാൻ ഈ ഫിൽറ്റർ കണ്ടുപിടിച്ചിട്ട് ഞാൻ മെല്ലെ എന്താക്കാൻ തുടങ്ങി. ടിക്ടോക്കിൽ മാത്രമേ ഇടുള്ളൂ കേട്ടോ അന്ന് വീഡിയോസ്. ഇൻസ്റ്റയിലൊന്നും ഇടില്ല. ഇൻസ്റ്റയിലൊക്കെ എനിക്ക് ബിന്ത് അഹമ്മദ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രൈവറ്റ് അക്കൗണ്ടാണ് ആ ടൈമിലൊക്കെ. അപ്പോൾ ഞാനങ്ങനെ ഹിന്ദിയിലിടാൻ തുടങ്ങി. യൂട്യൂബിൽ എനിക്ക് അത്ര റീച്ചൊന്നും ഇല്ല, ബിക്കോസ് ഞാനത് വളരെ റെയറായിട്ട് ഇടുള്ളൂ. അങ്ങനെ പിന്നെ എന്നെപ്പോലെ അല്ല, എന്നെക്കാളും നല്ല ബെറ്ററായിട്ട് ചെയ്യുന്ന നമ്മളെ കേരളത്തിലും ഇങ്ങനെ ചെയ്യുന്ന ക്രിയേറ്റേഴ്സ് ഉണ്ടെന്ന് എനിക്ക് പിന്നെ ഇങ്ങനെ മനസ്സിലായി കേട്ടോ. ഓരോ സാധനം എനിക്കിങ്ങനെ ഫീൽഡിൽ വരുമ്പം അതിലുള്ള ഒരാളായിരുന്നു ഷെഹീമ എന്ന് പറഞ്ഞിട്ട് ഒരാൾ. ഷെഹീമ എന്നായിരുന്നു ഒരു പേര്. ഷീസ് ഫ്രം കണ്ണൂർ ഓർ കാസർഗോഡ്, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. നല്ല റീച്ചൊക്കെ ഉണ്ടായിരുന്നു, നല്ല രസമായിരുന്നു അവരുടെ വീഡിയോസ് കാണാൻ. അയ്യോ, ഓരോ സൺലൈറ്റിലൊക്കെ ആ ഫിൽറ്ററൊക്കെ വെച്ചിട്ട് ആ വീഡിയോ പക്ഷേ നല്ല രസമായിരുന്നു. ചിലപ്പോൾ എൻ്റെ വീഡിയോ കാണണ്ടാവില്ല. നമ്മൾ ഇൻസ്റ്റയിലൊക്കെ അങ്ങോട്ടും ഇപ്പോഴും ഫോളോ ചെയ്യുന്നുണ്ട്. ഇപ്പം അങ്ങനെ വീഡിയോസ് ഒന്നും ചെയ്യില്ല കേട്ടോ. ഇപ്പം ആരും അങ്ങനത്തെ വീഡിയോസ് ചെയ്യില്ല എന്നുള്ളതാണ് സത്യം. ടോക്കിൻ്റെ പേജിൻ്റെ പേര് ഇറ്റ് വാസ് ഐക്സ, AYXH. അന്നിങ്ങനെ എക്സ് സംഭവങ്ങളൊക്കെ കുത്തിത്തിരിക്കുന്നത് ഒരു രസേനി. ഐക്സ എന്നായിരുന്നു പേര്. ഇനി ചിലപ്പോൾ മേ ബി ഐക്സ എന്നൊക്കെ കേൾക്കുമ്പം ആ ഒരു ടൈം മുതലേ എൻ്റെ വീഡിയോസ് കാണുന്ന ഒരു 5 പേരെങ്കിലും മേ ബി വ്ളോഗ് കാണാൻ ചാൻസ് ഉണ്ട്. അവരുണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ ഐക്സ എന്നായിരുന്നു. അങ്ങനെ മെല്ലെ എൻ്റെ വീഡിയോസ് റീച്ച് ആവാൻ തുടങ്ങി.
മെല്ലെ 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 ആണെങ്കിലും ഞാനിങ്ങനെ ഓരോരോ പരീക്ഷണങ്ങളൊക്കെ ചെയ്യും. അങ്ങനെ ആ പിക്ചേഴ്സൊക്കെ എടുക്കാൻ തുടങ്ങി. പിന്നെ എനിക്കപ്പം ടിക്ടോക്കിൽ എനിക്ക് അത്യാവശ്യം നല്ല ഫോളോവേഴ്സും സംഭവമൊക്കെ ആയി തുടങ്ങി. ടിക്ടോക്കിൻ്റെ എന്താ പറയുക, പഴയ അക്കൗണ്ട് കിട്ടുകയാണെങ്കിൽ ഞാൻ എൻ്റെ ദുബായിലുള്ള ഫ്രണ്ടിനോട് ആരോടെങ്കിലും എടുത്തിട്ട് സ്ക്രീൻഷോട്ട് അയച്ചു തരാൻ പറയാം കേട്ടോ. ഒരു ടിക്ടോക്കിൽ തന്നെ ഒരു 50K ഫോളോവേഴ്സ് ആയി, അത്യാവശ്യം നല്ല ലൈക്സ് ഒക്കെ ആയി, അത്യാവശ്യം കുറച്ച് ഓഡിയൻസ് ഒക്കെ ആയിട്ടും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാർ, അങ്ങനത്തെ സംഭവമൊക്കെ എനിക്ക് എത്തി. അതൊക്കെ ഫസ്റ്റ് ടൈം ആണല്ലോ ഒക്കെ ഇത്ര പേര് എൻ്റെ വീഡിയോ കാണുന്നു, എൻ്റെ വീഡിയോക്ക് വെയിറ്റ് ചെയ്യുന്നു, അങ്ങനത്തെ ഒരു സെറ്റപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ടിക്ടോക്ക് ബാൻ ചെയ്യണത്. ഓക്കെ, പെട്ടെന്നൊരു സംഭവത്തിൽ ടിക്ടോക്ക് ബാൻ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ വാസ് ലൈക്ക് ബാൻ ചെയ്യേ എന്നുള്ളൊരു സംഭവമൊക്കെ ആയി. കാരണം എനിക്ക് അപ്പോൾ ഞാനിങ്ങനെ 10th എത്തിയ ടൈമിലായിരിക്കും ബാൻ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഐ വാസ് ലൈക്ക് ഇതാപ്പോൾ നയിപ്പോയി. അങ്ങനെയാണ് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ അക്കൗണ്ട് തുടങ്ങിയത്. അന്ന് ഇൻസ്റ്റഗ്രാമിൽ റീൽ എന്നുള്ള സെറ്റപ്പ് ഇല്ല, ഫോട്ടോസ് ഇടുക, വീഡിയോസ് ഇടുക, ഒക്കെ ആ ഫീഡിൽ ആ പോസ്റ്റ് പോലെ തന്നെ അല്ലേ വരുള്ളൂ. റീൽസ് പോലെ അങ്ങനത്തെ സെക്ഷനൊന്നും ഇല്ലല്ലോ. ടിക്ടോക്ക് പോയതിന് ശേഷമാണല്ലോ ഇങ്ങനത്തെ സംഭവമൊക്കെ ഇറക്കിയത്. അപ്പോൾ അന്ന് നമുക്കിപ്പോൾ ടിക്ടോക്കിലെ പോലത്തെ ഇങ്ങനത്തെ റേഷ്യോയിലെ വീഡിയോസൊന്നും പറ്റൂല. അപ്പോൾ ഞാൻ ഇൻസ്റ്റയിൽ കുറച്ച് വീഡിയോസ് ഇട്ട് തുടങ്ങി. ആ അക്കൗണ്ടും സെയിം പേര് കൊടുത്തു, സെയിം ടിക്ടോക്കിലുണ്ടായിരുന്ന ആ സെയിം ID ഒക്കെ കൊടുത്തിട്ട് നമ്മൾ ആ ഒരു അക്കൗണ്ട് തുടങ്ങി. പക്ഷെ അതിന് ഇവഞ്ച്വലി ഫസ്റ്റ് റീച്ച് ഒന്നും ഉണ്ടായിരുന്നില്ല. ബിക്കോസ് അന്ന് ഉണ്ടായിരുന്ന ഓഡിയൻസ് ഒക്കെ ഇങ്ങോട്ട് എത്തണ്ടേ, അവർക്കത് മനസ്സിലാവണ്ടേ. പക്ഷെ എന്നാലും ഐ കെപ്റ്റ് പോസ്റ്റിംഗ്. ബിക്കോസ് എനിക്ക് വേറെ പണിയൊന്നുമില്ല, എനിക്ക് വീഡിയോസ് എടുക്കുക, ഫോട്ടോസ് എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ദിവസം ഏതെവിടെയെങ്കിലും വീഡിയോസ് കാണും, പുതിയ ഇഷ്ടപ്പെട്ട പാട്ട് കാണും. അപ്പം ഞാനിങ്ങനെ എന്ത് ചെയ്യും, വീഡിയോസൊക്കെ എടുക്കും കേട്ടോ. അങ്ങനെയാണ് പിന്നെ എനിക്ക് ആ അക്കൗണ്ടിൽ ഫോളോവേഴ്സ് ലൈക്ക് അടിച്ച് കയറാൻ തുടങ്ങി. അങ്ങനെ തന്നെ പറയണം. ഒരു ദിവസം 20 ആണെങ്കിൽ അടുത്ത ദിവസം 21, പിന്നെ 25, 1 വീക്ക് കൊണ്ട് 5K ഫോളോവേഴ്സ് അങ്ങനെയൊക്കെ കയറാൻ തുടങ്ങി. അത്യാവശ്യം നല്ല റീച്ച്, ഭയങ്കര റീച്ച്. അപ്പോഴത്തേനൊക്കെ നമ്മളെ ഇൻസ്റ്റയിൽ റീൽസ് എന്നുള്ളൊരു സംഭവം എത്തി. ആദ്യത്തെ ടൈമിൽ ഞാൻ ലൈക്ക് അത്രയും ഓഡിയൻസ് എനിക്ക് എൻ്റെ വീഡിയോസ് വെയിറ്റ് ചെയ്തിരിക്കുന്നു, എനിക്ക് സജഷൻസ് തരിക, ഈ പാട്ടിൽ ചെയ്യുമോ, അങ്ങനത്തെ ഒക്കെ ഒരു സംഭവമായിപ്പോയി. ഭയങ്കര ഫോളോവേഴ്സ്, എനിക്ക് അതിലൊരു 40, 45, 50K ഫോളോവേഴ്സൊക്കെ ആ അക്കൗണ്ടിൽ കയറി കേട്ടോ. അന്ന് ഞാൻ ഇട്ടിരുന്ന വീഡിയോസിന് എനിക്ക് 1.3 മില്യൺ ലൈക്സ് വരെ കിട്ടി. ലൈക്ക് സിമ്പിൾ വീഡിയോസൊക്കെ. പക്ഷേ നല്ല ഓഡിയൻസ് ഉണ്ടായിരുന്നു എൻ്റെ വീഡിയോസ് കാണാൻ. ഐ വാസ് വെരി പ്രൗഡ് ഓഫ് ദാറ്റ്, ബിക്കോസ് നമുക്ക് അത്ര കിട്ടിയാലോ. അങ്ങനെ ആ ഒരു ടൈമിൽ ഇൻ്റെത് കണ്ടിട്ട് കുറേ ആൾക്കാർ ഇൻസ്പയർഡ് ആയിട്ട് തന്നെ കുറേ ആൾക്കാർ ഇങ്ങനെ തുടങ്ങി കേട്ടോ. ഇങ്ങനെ ആസ്തെറ്റിക് പേജസ്, ഇങ്ങനെ വീഡിയോസ് ചെയ്യുന്ന പേജസൊക്കെ കുറേ തുടങ്ങി. നമുക്ക് ഒരു കമ്മ്യൂണിറ്റി ഉണ്ടായിരുന്നു, ആസ്തെറ്റിക് ഫ്രൈസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കമ്മ്യൂണിറ്റി ഒക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനെ കുറേ എഡിറ്റേഴ്സിൻ്റെ ആ കമ്മ്യൂണിറ്റി ഉള്ളവരാണ് പലരും ഇന്ന് എൻ്റെ ബെസ്റ്റ് ആൻഡ് ക്ലോസ് ഫ്രണ്ട്സ് ആയിട്ട് നിൽക്കുന്നത്. അങ്ങനെ കമ്മ്യൂണിറ്റി ഉണ്ടായിരുന്നു. നല്ല രസമായിരുന്നു ആ ഒരു ടൈമിൽ. കുറേ ഫ്രണ്ട്സ് ഇങ്ങനെ വീഡിയോസ് എഡിറ്റ് ചെയ്തിട്ട് മൊത്തത്തിൽ നല്ല രസമുള്ള ഒരു ടൈമായിരുന്നു. അപ്പോൾ ആ പേജ് ലൈക്ക് എൻ്റെ വീഡിയോ പേജ് വളർന്നു വരുന്നതിൻ്റെ കൂടെ തന്നെ എൻ്റെ ഇപ്പോഴത്തെ ഫൊറായിഷ എന്നുള്ള ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ടല്ലോ, അതും ഇങ്ങനെ സൈഡിൽ കൂടെ ലൈക്ക് എന്താ പറയുക, ഈ ചെടി നനക്കുമ്പോൾ ചീരക്കൊരു വെള്ളം നടന്ന പോലെ അങ്ങനെ എന്തോ പറയില്ലേ, അതുപോലെ എൻ്റെ ആയിഷ എന്നുള്ള പേജും വളർന്നു വരുന്നുണ്ട്. അതിൽ ഞാൻ പിന്നെ എൻ്റെ പേഴ്സണലായിട്ടുള്ള വീഡിയോസ് അങ്ങനത്തെ സംഭവങ്ങളായിരുന്നു അതിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് അതിലും ഫോളോവേഴ്സ് ഇങ്ങനെ മെല്ലെ കയറി തുടങ്ങി കേട്ടോ. അപ്പോഴേ എന്നോട് എല്ലാവരും പറയും യൂട്യൂബ് തുടങ്ങിക്കോ. പക്ഷേ എനിക്ക് അന്ന് ഞാൻ കാണുന്ന യൂട്യൂബ് എന്ന് പറഞ്ഞാൽ എല്ലാവരും ഭയങ്കര വ്ളോഗ്സ് ഇടണം, ഭയങ്കര അന്നത്തെ യൂട്യൂബ് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ, ഭയങ്കര ചാലഞ്ചിങ് വീഡിയോസ് അങ്ങനെയൊക്കെ ആയിരുന്നല്ലോ. ലൈക്ക് അൺബോക്സിങ് ഡൂഡ് അങ്ങനത്തെ കുറേ ആൾക്കാർ ഹിറ്റായി നിൽക്കുന്ന ടൈമാണ്. അപ്പോൾ ഐ വാസ് ലൈക്ക് പക്ഷേ ഞാനിതിൽ കയറിയിട്ട് ഞാൻ എന്താക്കാനാണ്, ഒന്നും ചെയ്യാനില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര ഞാനിപ്പോൾ ഇതിലെങ്ങനെ വീഡിയോസ് ഇടാം, എനിക്കിങ്ങനെ വ്ളോഗ്സൊന്നും എന്നെക്കൊണ്ട് നടക്കില്ല, ഞാൻ ഈ ടൈപ്പ് വീഡിയോസ് ചെയ്യുന്ന ഒരാളല്ലേ എന്നുള്ളൊരു മൈൻഡിൽ ഞാൻ കുറേ കാലമല്ല കുറേ പേരിനോട് യൂട്യൂബ് തുടങ്ങി പറഞ്ഞിരുന്നെങ്കിലും ലൈക്ക് എൻ്റെ ഫാമിലിയൊക്കെ അമ്മച്ചൊക്കെ എപ്പോഴും പറയും യൂട്യൂബിൽ വീഡിയോ ഇട്ടോക്ക് എന്നൊക്കെ. പക്ഷെ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല, ഞാൻ എന്താ ഇപ്പോൾ ഇത് കാട്ടണമെന്നൊന്നും അറിയാത്തതുകൊണ്ട് തന്നെ ഞാൻ അതധികം മൈൻഡ് ആക്കിയില്ല കേട്ടോ. എന്നിട്ട് ഞാൻ +1 എത്തിയപ്പോൾ +1 എത്തി, +2 എത്തി, ഒക്കെ കൊറോണ ടൈമിലാണ്. പിന്നെ 10th എക്സാം മുതലാണ് കൊറോണ സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ പിന്നെ ഐ തോട്ട് വൈ നോട്ട്. അപ്പോൾ +1 ഒക്കെ ആയപ്പോൾ തന്നെ എൻ്റെ 7 ആയിരുന്നല്ലോ ഫസ്റ്റ് എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഫോൺ, അത് മാറ്റിയിട്ട് ഇപ്പം എനിക്ക് 10th പാസ്സായതിൽ എനിക്ക് 12 Pro Max മേടിച്ചു തന്നു. ഓക്കെ, അപ്പോഴൊക്കെ പിന്നെ ഞാൻ ആ ടൈമിലൊക്കെയാണ് എനിക്ക് ഭയങ്കര വീഡിയോസൊക്കെ റീച്ച് ഇങ്ങനെ കയറി വരുന്നത് കേട്ടോ. അങ്ങനെ എനിക്ക് തോന്നുന്നു എൻ്റെ 12th ഫെയർവെല്ലാണ് എൻ്റെ ഫസ്റ്റ് യൂട്യൂബ് വീഡിയോ. അത് ലാസ്റ്റ് പോയാൽ കാണാം. ഫസ്റ്റ് വീഡിയോ ഈദ് വ്ളോഗാണ് തോന്നുന്നു. വെറും 3-4 മിനിറ്റാണ് ഞാൻ ആ വ്ളോഗ് ഇട്ടത്. ലൈക്ക്
എൻ്റെ എല്ലാ ഫോൾട്ട്സും ആ വീഡിയോയിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണും. ലൈക്ക് ഒരാൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഉണ്ടാവുക എന്നൊക്കെ ആ വീഡിയോയിലുണ്ട്. അത്രയും എന്താ പറയുക, തീരെ സൗണ്ട് ഇല്ല, എങ്ങനെ റെക്കോർഡ് ചെയ്യണമെന്ന് അറിയില്ല, ഭയങ്കര എന്തൊക്കെയോ കാട്ടി ഞാൻ ചെയ്ത വീഡിയോ. പക്ഷെ ആ വീഡിയോ ഞാൻ ഇപ്പോഴും ഡിലീറ്റ് ചെയ്തിട്ടില്ല കേട്ടോ, അത് അവിടെ തന്നെ ഉണ്ട്. കാണുമ്പോൾ എനിക്ക് തൊലി ഉരിഞ്ഞു പോവെങ്കിലും ഞാനതൊന്നും ചെയ്തിട്ടില്ല, അത് അവിടെ അങ്ങനെ വെച്ചിരിക്കണം. ബിക്കോസ് അത് അവിടെ നിന്നോട്ടെ, നമുക്ക് എപ്പോഴേലൊക്കെ ഇങ്ങനെ എടുത്ത് കാണുമല്ലോ, അങ്ങനെ അത് അവിടെ വെച്ചിരിക്കണം ഞാൻ. അങ്ങനെയാണ് ഞാൻ യൂട്യൂബിൽ വീഡിയോസ് ഇട്ട് തുടങ്ങിയത്. അപ്പോൾ കുറേ പേര് ഇങ്ങനെ പറഞ്ഞു അടിപൊളിയാ, പക്ഷേ ഇങ്ങനെ നമുക്ക് സജഷൻസ് തരുമല്ലോ, അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ മാറ്റി കൊണ്ടുവന്നു. അന്ന് ഞാനിങ്ങനെ യൂട്യൂബിൽ ഷോർട്സ് ഉണ്ടല്ലോ, ഞാൻ ഇടുന്നില്ല, ബിക്കോസ് എനിക്ക് ഷോർട്സിൽ എന്തിടണമെന്ന് അറിയൂല. അങ്ങനെ പിന്നെ എനിക്ക് മനസ്സിലായി നമുക്ക് യൂട്യൂബിൽ കുറച്ചുകൂടി ആൾക്കാരേക്ക് എത്തണമെങ്കിൽ ഏറ്റവും ബെസ്റ്റ് വേ ഷോർട്സ് ആണ്. നമുക്ക് ഇങ്ങനെ ലോങ് വീഡിയോസ് നമുക്ക് കുറേ മാസ് ഓഡിയൻസൊക്കെ എത്താൻ പറ്റില്ല. നമ്മളുള്ള ഓഡിയൻസ് കുറച്ച് പേര് കണ്ടാണ് ഈ ലോങ് വീഡിയോ ഒക്കെ വരുള്ളൂ. അങ്ങനെ ഞാൻ കുറച്ച് ഷോർട്സൊക്കെ ഇട്ട് തുടങ്ങി. യൂട്യൂബിൽ എനിക്ക് കുറച്ച് സബ്സ്ക്രൈബേഴ്സൊക്കെ കൂടിക്കൊടുന്നു. എനിക്ക് ഭയങ്കര സ്ലോ ഗ്രോത്ത് ആയിരുന്നു കേട്ടോ യൂട്യൂബിൽ. +2 കഴിഞ്ഞിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഡിഗ്രിക്ക് എത്തിയപ്പോൾ ഒരു ബ്രേക്ക് എടുത്തു. പിന്നെ ഞാൻ യൂട്യൂബിലൊന്നും പോസ്റ്റ് ചെയ്തിരുന്നില്ല. പിന്നെ ഡിഗ്രിക്ക് എത്തിയപ്പോൾ പിന്നെ ഫ്രണ്ട്സ് പറഞ്ഞു എന്താ പോസ്റ്റ് ചെയ്യാത്ത, ഒരു പ്ലാറ്റ്ഫോം ഉണ്ടായിട്ട് പോസ്റ്റ് ചെയ്യാണ്ട് ഇരിക്കണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ഹോസ്റ്റലിലെ വ്ളോഗ്സ് ഇട്ട് തുടങ്ങിയപ്പോൾ മുതലാണ് എനിക്ക് നല്ല രീതിക്ക് യൂട്യൂബിൽ ഗ്രോത്ത് തുടങ്ങിയത് കേട്ടോ. അപ്പോഴാണ് നിങ്ങൾ കുറേ പേര് തന്നെ എൻ്റെ ഇത് ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗ്സ്, ഹോസ്റ്റൽ വ്ളോഗ്സ് കണ്ടിട്ടായിരിക്കും എന്നെ ഫോളോ ചെയ്തേക്കണം. അങ്ങനെയാണ് ഇത് ഞാൻ യൂട്യൂബിൽ എന്ത് പോസ്റ്റ് ചെയ്താലും ശരിയാവോ, എന്നെക്കൊണ്ട് അതിന് പറ്റുമോ എന്നൊക്കെ വിചാരിച്ചിരുന്ന ഞാൻ ഇപ്പോൾ യൂട്യൂബിൽ നമുക്കൊരു 130K+ ഫാമിലി ഉണ്ട്. പക്ഷെ ഭയങ്കര സ്ലോ, ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഒരു +2 വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ ഒരു +2 ഡിഗ്രി ഫസ്റ്റ് ഞാൻ ഇപ്പോൾ ഒരു 4 to 5 years ആയി, ലൈക്ക് 4 years എന്തായാലും ആയി യൂട്യൂബിൽ. ഇങ്ങനെ അത്രയും ഞാൻ കൺസിസ്റ്റൻറ്റ്, ഇത്രയും ഞാൻ പോസ്റ്റ് ചെയ്തിട്ടാണ് എനിക്ക് ഇത്ര സബ്സ്ക്രൈബേഴ്സ് കയറിയത്. സോ എല്ലാവർക്കും അപ്പോൾ നിങ്ങൾ കുറേ ആൾക്കാർ റീച്ച് ഇല്ലാണ്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. പക്ഷെ നമുക്ക് അങ്ങനെ റീച്ച് പെട്ടെന്ന് വരില്ല. അങ്ങനെ റീച്ച് നമ്മളിടുന്ന എല്ലാ വീഡിയോസും റീച്ച് ആവുന്ന അങ്ങനത്തെ കുറച്ച് ക്രിയേറ്റേഴ്സ് ഉണ്ട് കേട്ടോ, ഞാൻ കണ്ടിട്ടുണ്ട്. ലൈക്ക് എനിക്ക് തന്നെ ഭയങ്കര തോന്നുന്നു, എന്തൊരു ഭാഗ്യമായാലും ഒരു കിട്ടുന്നൊക്കെ റീച്ച് ആവതൊക്കെ. അങ്ങനെ മാഷാഅല്ലാഹ് അങ്ങനെ ഉണ്ടാവട്ടെ. ഞാനിങ്ങനെ നമ്മളിതിലിങ്ങനെ പറയാം കേട്ടോ, ലൈക്ക് അങ്ങനെയുള്ളവരുണ്ട്. ലൈക്ക് അതൊക്കെ നമ്മളൊരു ഭാഗ്യപരീക്ഷണമാണ്. ഭാഗ്യമുള്ളവർക്ക് അങ്ങനെ കിട്ടും, അല്ലാത്തവർക്ക് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് എന്തായാലും ഇങ്ങനെയൊക്കെ കിട്ടും. നമ്മൾ ഇഷ്ടമുള്ള പോലെ നമുക്കൊരു ക്രിയേറ്റർ ആവാൻ പറ്റും. പക്ഷെ അതിന് നല്ലോണം മെനക്കെടണം. ഒന്നും അത്ര ഈസി ആയിട്ട് കിട്ടുമെന്ന് വിചാരിച്ച് ഒരിക്കലും ചെയ്യരുത്. ലൈക്ക് ഞാൻ പറഞ്ഞില്ല, നേരത്തെ പറഞ്ഞ പോലത്തെ ക്രിയേറ്റേഴ്സിന് ഓർക്ക് പെട്ടെന്ന് കയറുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത് കണ്ടിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ നിൽക്കരുത്. അതല്ലാണ്ട് മെല്ലെ ഡെവലപ്പായി വരുന്ന കുറേ ക്രിയേറ്റേഴ്സ് ഉണ്ട്, ഓരത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഓക്കെ ഇതിനൊക്കെ ടൈം എടുക്കും, കുറേ പ്രോസസ്സ് ഉണ്ട്, കുറേ ടൈം ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ മെല്ലെ നമുക്ക് 10K സബ്സ്ക്രൈബേഴ്സ് ആയി, 25K ആയി, 50K ആയി, 100K ആയി, ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ബിക്കോസ് ഞാൻ ഹോസ്റ്റലിലേക്ക് ഇരിക്കുന്ന ടൈമിലാണ് ഇതിൻ്റെയൊക്കെ സ്റ്റാർട്ടിങ് നമുക്കിങ്ങനെ വന്നത്. സോ ഇതൊക്കെയാണ് എൻ്റെ ഒരു യൂട്യൂബ് ജേണി. ഇങ്ങനെയാണ് ഞാൻ യൂട്യൂബിലേക്ക് എത്തിപ്പെട്ടത്. ഇനി എനിക്ക് ഫസ്റ്റ് മോണിറ്റൈസിന് എനിക്ക് ഫസ്റ്റായിട്ട് യൂട്യൂബിൽ നിന്ന് ക്യാഷ് കിട്ടാൻ നല്ല ടൈം എടുത്തിട്ടുണ്ട്. നല്ല ടൈം എടുത്തിട്ടുണ്ട്. 25K ഒക്കെ ആയി, ആ ഒരു ടൈമൊക്കെ ആയപ്പോഴേ എൻ്റെ ചാനൽ മോണിറ്റൈസ് ആയിട്ടുള്ളൂ. മോണിറ്റൈസ് ആയതിനു ശേഷം എൻ്റെ ഫസ്റ്റ് പേയ്മെൻറ്റ് നമുക്കൊരു $100 അന്ന് എത്തിയാൽ മാത്രമേ നമുക്ക് ഫസ്റ്റ് പേയ്മെൻറ്റിലേക്ക് എത്താൻ പറ്റുള്ളൂ. അത് എത്തണമെങ്കിൽ എനിക്ക് കുറേ ടൈം എടുത്തു. ഒരു $100, ജസ്റ്റ് ഒരു $100 എത്താൻ തന്നെ എനിക്ക് ഭയങ്കര ടൈം എടുത്തിട്ടുണ്ടായിരുന്നു. കുറേ വീഡിയോസ് ഞാൻ ഇട്ടിട്ടാണ് എനിക്ക് എത്തിയത്. ഓക്കെ, സോ ഫസ്റ്റ് ലൈക്ക് എൻ്റെ ഫസ്റ്റ് യൂട്യൂബ് ഏർണിംഗ് വാസ് ലൈക്ക് വളരെ ബേസിക്, ലൈക്ക് $100 സംതിങ് ആയിരുന്നു. അതാണ് യൂട്യൂബിൻ്റെ ഏറ്റവും മിനിമം കേട്ടോ. അതിൻ്റെ താഴേക്ക് എന്തായാലും ഒരാൾക്ക് കിട്ടൂല. $100 ആയാലേ നമ്മളെ പേയ്മെൻറ്റ് അവിടുന്ന് പ്രോസസ്സായി ഇങ്ങോട്ട് വരുള്ളൂ. പിന്നെ ഇപ്പോൾ കുറച്ചായിട്ടാണ് നമുക്ക് കൊളാബ്സും യൂട്യൂബിൽ നിന്ന് ഏർണിങ്സും ഒക്കെ ഒന്ന് സ്റ്റേബിളായി എനിക്ക് വന്നു തുടങ്ങിയത്. അപ്പോഴാണ് എനിക്ക് ആക്ച്വലി ഓക്കെ ഞാനൊരു യൂട്യൂബറാണ്, എൻ്റെ ഒരു പാഷൻ ഇതാണ്, എനിക്കിതിഷ്ടമാണ്, എൻ്റെ ഒരു ഏർണിങ്സ് മെയിൻ സോഴ്സ് ഓഫ് ഇൻകം എൻ്റെ യൂട്യൂബും എൻ്റെ ഇൻസ്റ്റഗ്രാമും ഒക്കെ ആണെന്നുള്ളത്. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ പിന്നെ ഐക്സ എന്നുള്ള അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യാണ്ടായി. ബിക്കോസ് അങ്ങനത്തെ വീഡിയോസ് ഒന്നും എടുക്കാനുള്ളൊരു മൈൻഡ് എനിക്കില്ല ഇനി. അപ്പോൾ തന്നെ ഞാൻ മെയിൻലി ഐക്സ് എന്നുള്ള അക്കൗണ്ട് ഫുള്ളി മാറ്റി വെച്ചു. ലൈക്ക് അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഫോളോവേഴ്സ് ഡൗൺ ആയി. ഞാൻ പിന്നെ അത് മൈൻഡ് ചെയ്തില്ല. ആ അക്കൗണ്ട് എനിക്ക് അത്ര ആവശ്യമില്ല പോലെ എനിക്ക് തോന്നിയില്ല കേട്ടോ. പിന്നെ ഞാൻ ഇടയ്ക്ക് എന്തെങ്കിലും കോച്ചിൻ്റെ റീൽസൊക്കെ അതിൽ എഴുതിയിടും എന്നല്ലാണ്ട് വേറെ ഒന്നും അതിൽ അങ്ങനെ ഇടലില്ല. പിന്നെ അപ്പോൾ തന്നെ എൻ്റെ ഫോറായിഷ എന്നുള്ള അക്കൗണ്ട് അത്യാവശ്യം നല്ല റീച്ചായി. ആ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് എപ്പോഴും സ്പെഷ്യൽ ആയിട്ടുള്ള അക്കൗണ്ടാണ് ഫോറായിഷ. ഈ എന്താ പറയുക, മറ്റേ ക്രിയേറ്റർ അക്കൗണ്ടിലൊക്കെ ഞാൻ പറഞ്ഞത് ഫോളോവേഴ്സ് പെട്ടെന്ന് കയറി. പക്ഷേ ഫോറായിഷ എന്നുള്ള അക്കൗണ്ടിൽ എനിക്ക് അങ്ങനെയില്ല. ആദ്യത്തെ ഫോളോവേഴ്സിന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ബിക്കോസ് എപ്പോഴും എനിക്ക് അതിലൊരു എൻ്റെ കണ്ടൻറ്റ്, എൻ്റെ സ്റ്റോറീസ്, എൻ്റെ പോസ്റ്റൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ട് ഫോളോ ചെയ്ത ആൾക്കാരാണ് അതിൽ. പെട്ടെന്ന് അതിൽ റീല് കണ്ട് ഫോളോ ചെയ്തവരല്ല.
എന്നെ കുറേ കാലമായിട്ട് അറിയുന്ന, കുറേ കാലമായിട്ട് എൻ്റെ ഇഷ്ടങ്ങളും ഇഷ്ടമില്ലായ്മയും ഞാൻ എങ്ങനത്തെ സ്റ്റോറീസാണ്, എൻ്റെ താല്പര്യങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ അറിയുന്ന കുറച്ച് ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ആ അക്കൗണ്ടിലുണ്ടെന്ന് എനിക്കറിയാം. ലൈക്ക് എപ്പോഴും എൻ്റെ സ്റ്റോറീസ് കാണാൻ ഇഷ്ടമുള്ളവർ, അങ്ങനെയൊക്കെ ഉണ്ട്. എൻ്റെ ഹൈലൈറ്റ്സ് കാണാൻ ഇഷ്ടമുള്ളവരൊക്കെ ഉള്ള കുറേ ആൾക്കാർ അതിലുണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ് ആ ഒരു അക്കൗണ്ട്. ഇനിയുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, നമ്മളെല്ലാവരും വിചാരിക്കില്ലേ, ഞാൻ പോലും വിചാരിച്ചിട്ടുണ്ടായിരുന്നു, ഓ യൂട്യൂബൊക്കെ ഭയങ്കര സിമ്പിളല്ലേ, ഇതിലിപ്പോൾ എന്തോ തേങ്ങയാണ് ഇരിക്കണത്, എന്നാണ്ട് ഒരു കണ്ടെന്തൊരു സുഖം, അവർക്ക് എന്തൊരു സുഖത്തിലാണ് പൈസ കിട്ടണത്, നല്ല യൂട്യൂബർ ആയാൽ മതി എന്നൊക്കെ തമാശക്കാണെങ്കിൽ പോലും നമ്മൾ വിചാരിച്ചിട്ടുണ്ടാവും. പക്ഷേ അറിയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഇതിൻ്റെ ബാക്കിൽ ഭയങ്കര എഫേർട്ടുണ്ട്, ഭയങ്കര സ്ട്രെസ്സും പ്രഷറും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ബാക്കിൽ കൂടെ പോകുന്നുണ്ട്. ഇതിനിപ്പോൾ നമ്മളൊരു വീഡിയോ ഇടാനാണെങ്കിലും, അതിനെ പറ്റി കുറേ ആലോചിക്കണം, അത് എഡിറ്റ് ചെയ്യുക, അത് പോസ്റ്റ് ചെയ്യുക, ഭയങ്കര. എന്നെ സംബന്ധിച്ച് ചില വീഡിയോസൊക്കെ ഭയങ്കര സുഖമാണെങ്കിലും ചില വീഡിയോസ് കുറേ ആലോചിക്കും. ഈ വീഡിയോ കണ്ടോ, ഇപ്പോൾ സപ്പോസ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യണമെങ്കിൽ ഞാൻ കുറേ എഴുതി എന്തൊക്കെ ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്യണം, എനിക്ക് ഭയങ്കര ടെൻഷൻ ആയിരുന്നു. ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ ഓവറായി പോവും. എനിക്കിപ്പോൾ തന്നെ ഈ വീഡിയോ ഭയങ്കര ലെങ്ത് ആയിട്ടുണ്ടാവുമെന്ന്. നിങ്ങൾ എത്ര പേര് ഇത് കണ്ടിക്കണമെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഐ ഡോണ്ട് നോ, എനിക്കിതിങ്ങനെ പോസ്റ്റ് ചെയ്യണമെന്ന് ഭയങ്കര താല്പര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് പോസ്റ്റ് ചെയ്യണത് തന്നെ. അപ്പോൾ അങ്ങനെ ഭയങ്കര ഇതാണ്. ആൻഡ് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ജസ്റ്റ് എല്ലാവർക്കും ഒരു പുച്ഛുണ്ടാവും, അനക്കൊക്കെ സുഖമല്ലേ, അനക്കൊക്കെ വീട്ടിലാണ് ഇരുന്ന് പൈസ കിട്ടൂല എന്നൊക്കെ. നോ, ഞാൻ ഇപ്പം എങ്ങനെ പറഞ്ഞു തരാമെന്നറിയില്ല. ഭയങ്കര സ്ട്രെസ് ഉണ്ട് ഇതിൻ്റെ ബാക്കിൽ. നമുക്ക് ഏത് ജോബിനും, ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഏത് ജോബിനും അതിൻ്റെതായിട്ടുള്ള സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന് എന്ത് കാര്യമാണ് പോട്ടെ. എൻ്റെ ഇപ്പോൾ ഡെയിലി വർക്ക് എന്ന് പറയുന്നത്, എനിക്കൊരു വർക്ക് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞത്, അതിനടുത്ത് എനിക്കൊരു കൊളാബറേഷൻ വർക്കോ പ്രൊമോഷൻ വർക്കോ ഉണ്ടാവും. അതിൽ അത്രയും ഫസ്റ്റ് നമുക്ക് മെസ്സേജ് അയക്കും കേട്ടോ. അത് ഞാൻ പറയാം എങ്ങനെയാണ്. നമുക്ക് ഫസ്റ്റ് മെസ്സേജ് അയക്കുക, എന്നിട്ട് നമ്മളെ പേയ്മെൻറ്റൊക്കെ എത്രയാണെന്ന് ചോദിക്കുക, നമ്മൾ പേയ്മെൻറ്റ് പറയും. അങ്ങനെ ഇപ്പോൾ ഞാനൊരു വർക്ക്, ഇപ്പോൾ എൻ്റെ ഒരു ഇമാജിനറി എമൗണ്ട് ആണ്. ഞാനിപ്പോൾ ഒരു ഏജൻസി എനിക്ക് മെസ്സേജ് ഇട്ട് ചോദിച്ചു, ഒരു റീലിന് നിങ്ങൾ എത്രയാണ് പേയ്മെൻറ്റ് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു 5000 എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ പറയും ഓക്കെ 5000 ഓക്കെ. 5000 ആക്ച്വലി ഒരു ക്രിയേറ്ററിനെ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര കുറവ് എമൗണ്ട് ആണ്. പക്ഷെ എന്നാലും ചില ബ്രാൻഡ്സ് നമുക്ക് മെസ്സേജ് അയക്കുവേ, ഇപ്പോൾ 40K ഫോളോവേഴ്സൊക്കെ ഉണ്ടെങ്കിൽ ബാർട്ടർ കൊളാബ് ചെയ്യാമെന്നൊക്കെ പറയും. പക്ഷെ നമുക്ക് ഇതിൻ്റെ ബാക്കിൽ കുറേ എഫേർട്സ് പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ സ്മോൾ ബിസിനസ്സിനല്ലെങ്കിൽ, വെരി സ്മോൾ ബിസിനസ്സിനല്ലെങ്കിൽ ഞാൻ ബാർട്ടർ ഫ്രീ കൊളാബ് ചെയ്ത് കൊടുക്കലില്ല. അപ്പോൾ ഈ സ്മോൾ ബിസിനസ്സിലാണെങ്കിൽ ഞാൻ പറയും ഓക്കെ ബാർട്ടർ കൊളാബ് ചെയ്യുക. അല്ലാത്ത ബിസിനസ്സിനാണെങ്കിൽ ഞാൻ ബാർട്ടർ കൊളാബ് ചെയ്യില്ല, പെയ്ഡ് കൊളാബറേഷൻസ് മാത്രമേ ചെയ്യുള്ളൂ. ബിക്കോസ് നമുക്കും ഇതിൻ്റെ ബാക്കിൽ കുറേ എഫേർട്സ് പോകുന്നുണ്ട്. അപ്പോൾ ഇവർ മെസ്സേജ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇപ്പോൾ സപ്പോസ് ഈ ഒരു പ്രോഡക്റ്റ് ആണെന്ന് വിചാരിച്ചു, എനിക്ക് കൊളാബിന് അയച്ചു തരുന്നത്. അപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് എനിക്ക് കൊളാബിന് പ്രോഡക്റ്റ് അയച്ചു തരും. ചില ആൾക്കാർ അയച്ചു തരില്ല, എന്നോട് തന്നെ പ്രോഡക്റ്റ് മേടിക്കാമെന്ന് പറയേ. അപ്പോൾ ഇതിപ്പോൾ സ്വിസ് ബ്യൂട്ടി എന്ന് ചോദിച്ചാൽ, സ്വിസ് ബ്യൂട്ടി ഇപ്പോൾ എനിക്ക് ഓരോ പ്രോഡക്റ്റ് അയച്ചു തരുമ്പോൾ തന്നെ ഒരു 2-3 ഡേയ്സിൻ്റെ ഉള്ളിൽ എനിക്ക് പ്രോഡക്റ്റ് കിട്ടിയെന്ന് വിചാരിച്ചോ. ആ 3 ഡേയ്സിൻ്റെ ഉള്ളിൽ ഇവർക്ക് ഞാൻ സ്ക്രിപ്റ്റ് അയച്ചു കൊടുക്കണം, ഡീറ്റെയിൽ സ്ക്രിപ്റ്റ് അയച്ചു കൊടുക്കണം, ഞാൻ എങ്ങനെയാണ് വീഡിയോ ചെയ്യണത് ഇതൊക്കെ എന്താണ്. എന്നിട്ട് അത് നോക്കിയിട്ട് അപ്രൂവ് ചെയ്യും. ഇതിൽ എന്തെങ്കിലും എഡിറ്റ് ഉണ്ടെങ്കിൽ പറയും. അപ്പോൾ ഒന്നും കൂടി ചിലപ്പോൾ നമ്മൾ സ്ക്രിപ്റ്റൊക്കെ അയച്ചു കൊടുക്കേണ്ടി വരും. സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 2-3 പേജൊക്കെ ഉണ്ടാവും കേട്ടോ. അതൊക്കെ അയച്ചു കൊടുക്കേണ്ടി വരും. എന്നിട്ട് ഇപ്പോൾ ഇവരോട് ചോദിക്കാം നമ്മൾ, ഇപ്പോൾ 5000 റുപ്പീസ് ആണല്ലോ പറഞ്ഞത്, ഞാനിപ്പോൾ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് എത്ര ദിവസത്തിൻ്റെ ഉള്ളിൽ എനിക്ക് എൻ്റെ പേയ്മെൻറ്റ് കിട്ടുമെന്ന് ചോദിച്ചാൽ അവരെന്താ പറയുക, 60 ഡേയ്സ്, 90 ഡേയ്സ്, 30 ഡേയ്സ് അത്രയൊക്കെ. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഞാനൊരു ഇടങ്ങേറായി. ഇവരിപ്പോൾ ഈ പ്രോഡക്റ്റ് എനിക്ക് കിട്ടിയില്ലേ, ഈ പ്രോഡക്റ്റ് കിട്ടിയിട്ട് ചില ആൾക്കാർ പറയും 24 അവേഴ്സിനുള്ളിൽ വീഡിയോ വേണം, 42 അവേഴ്സിനുള്ളിൽ വീഡിയോ വേണമെന്ന്. ഇതൊക്കെ നമുക്ക് ഭയങ്കര പ്രഷറാണ്. ഒരു മണിക്കൂർ 1 മിനിറ്റ് അവർക്ക് വീഡിയോ കൊടുക്കാൻ ലേറ്റ് ആയാലും ഒരു 100 കോള് വരും, 100 മെസ്സേജ് വരും, വീഡിയോ അവിടെ എന്താന്നൊക്കെ ചോദിച്ചിട്ട് ഭയങ്കര റോങ് ആയിട്ടൊക്കെ നമ്മളെടുത്ത് സംസാരിക്കും കേട്ടോ. എന്നിട്ട് അപ്പം നമുക്ക് ഓൾറെഡി ഒരുമാതിരി സ്ട്രെസ് ആയിരിക്കും. ഇവരിങ്ങനെ മെസ്സേജ് കൊണ്ടിരിക്കും. 2 പ്രൊഡക്റ്റൊക്കെ ഉണ്ടെങ്കിൽ അള്ളാഹുവേ 2 തലക്കെന്ന് അങ്ങോട്ട് ഒരു മെസ്സേജ് ഇട്ടൊരു സമാധാനം എന്ന് പറഞ്ഞ സാധനം മനുഷ്യന് തരില്ല. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, അപ്പം അങ്ങനെ ഓക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാം, നമ്മളെ വർക്കാണിത്, നമുക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ ഒരു 3 ഡേയ്സിൽ ഞാൻ വീഡിയോ ചെയ്ത് കൊടുത്ത് വിചാരിച്ചോ. ഈ വീഡിയോൻ്റെ ഇനിയിപ്പോൾ അതൊരു 500 രൂപയാണെങ്കിലും 5000 രൂപയാണെങ്കിലും 50,000 രൂപയാണെങ്കിലും നമ്മളതിന് ഒരു വീഡിയോ ചെയ്ത് കൊടുത്താൽ 30 ദിവസം, ഒരു മാസം വെയിറ്റ് ചെയ്യണം. ഒരു മാസമല്ല, 30 വർക്കിംഗ് ഡേയ്സ് ആണ്. അപ്പോൾ അതിൽ സൺഡേ കൂട്ടൂല, സെക്കൻഡ് സാറ്റർഡേ കൂട്ടൂല, അതൊന്നും കൂട്ടാതെ 13 വർക്കിംഗ് ഡേയ്സ് വേണം. ചിലവർ വരും 60 വർക്കിംഗ് ഡേയ്സ്, അപ്പത്തിന് 2 മാസത്തിൽ കൂടുതലായി. ഇതുപോലെ തന്നെ 90 വർക്കിംഗ് ഡേയ്സ് എന്ന് പറയുന്ന ആൾക്കാരും ഉണ്ട്. 90 വർക്കിംഗ് ഡേയ്സ് കുറേ 3 മാസം
3.5 മാസം 4 മാസമൊക്കെ ഈ ഒരു പേയ്മെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ ഓരോ ബാക്കിൽ നടക്കണം. എന്തായി ഈ 3 മാസം കഴിഞ്ഞാൽ ഓരോ ഇങ്ങോട്ട് വന്നിട്ട് പേയ്മെൻറ്റ് തരാമെന്നൊന്നും പറയില്ല. നമ്മൾ ഇങ്ങനെ അങ്ങോട്ട് ചോദിക്കണം. ഭയങ്കര എന്താ പറയുക, എനിക്ക് പല ടൈമിൽ ഇങ്ങനെ കുറേ പ്രഷർ വരുമ്പോൾ എനിക്ക് ഭയങ്കര ഇമോഷണലി ഞാൻ ഭയങ്കര ഡൗൺ ആവും. എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഇങ്ങനെ ഇത്രയും പ്രഷർ വരുമ്പം നമുക്ക് എന്താ ചെയ്യുക എന്നൊക്കെ ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കും. എന്നിട്ട് നമ്മൾ വീഡിയോ അയച്ചു കൊടുക്കുമ്പോൾ ഒരു വെറുതെ ഇങ്ങനെയല്ല ഇങ്ങനെ ചേഞ്ച് ആക്കണം, അപ്പം അയച്ചു കൊടുക്കും. ലൈക്ക് ഭയങ്കര സ്ട്രെസ്സുള്ളൊരു പരിപാടിയാണിത്. നിങ്ങൾക്ക് കാണുന്ന പോലെ അത്ര ഈസി ഒന്നുമല്ല. നമ്മളൊരു കൊളാബറേഷൻ്റെ ഒരു പ്രോഡക്റ്റിൻ്റെ വീഡിയോ ഇടുമ്പോൾ എന്തെങ്ങനെ കൊളാബറേഷൻ ചെയ്യണം അങ്ങനെ ഇങ്ങനെ. പക്ഷേ ഇതിൻ്റെയൊക്കെ ഇടയിൽ കുറേ കഷ്ടപ്പാട് പോകുന്നുണ്ട്. ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത് എന്താ വെച്ചാൽ കുറച്ചെങ്കിലും ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളിൽ കുറേ പേര് അണ്ടർസ്റ്റാൻഡിങ് ആയവരുണ്ട്, പക്ഷെ ഇതല്ലാണ്ട് കുറേ പേരുണ്ട്. ഞാൻ നെഗറ്റീവായിട്ട് എടുക്കണ്ട. ഈ ഒരു ടോപ്പിക്കിൽ ഞാൻ എന്തായാലും വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. എന്തെങ്കിലും ഒരു ഫോൾട്ടോ എന്തെങ്കിലും ഒരു ക്രിയേറ്ററിൻ്റെ അടുത്ത് നിന്ന് കാണാൻ നിൽക്കണം. അപ്പോൾ ഇതിന് ഭയങ്കര മോശമായ രീതിയിൽ കമൻ്റ് ഇടാനും പറയാനൊക്കെ ഭയങ്കര മോശം. എനിക്ക് നെഗറ്റീവ് കമൻറ്റ്സ് കുറേ വരാറില്ലെങ്കിലും ചില വീഡിയോസിനുണ്ടാവും. അതിൽ ആ വീഡിയോയിലേ ഒന്നും ഉണ്ടാവില്ല, ഒരു കാര്യം നെഗറ്റീവ് പറയാനുണ്ടാവില്ല. എന്നിട്ടും കൂടെ എന്തൊക്കെയോ വന്നിങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കും. അതൊക്കെ പറയുമ്പോൾ നിങ്ങൾ കുറച്ച് പേര് ആലോചിക്കണം. അപ്പുറത്തിരിക്കുന്നത് ഒരു മനുഷ്യജീവിയാണ്. അയാൾക്കും നിങ്ങൾ കാണുന്നത് ചിലപ്പോൾ വീഡിയോ കൂടി ഫോണിൽ കൂടെ ആണെങ്കിൽ പോലും അപ്പുറത്ത് നിങ്ങളെപ്പോലെ തന്നെ ഒരു മനസ്സും എന്താ പറയുക ഇതൊക്കെ ഉള്ളൊരു ഫീലിങ്സ് ഒക്കെ ഉള്ള ഒരാളാണ് അപ്പുറത്ത് നിൽക്കണമെന്ന് ഇടയ്ക്കൊന്ന് ആലോചിക്കണം. എല്ലാവരോടും അല്ല, കുറച്ച് പേരോടാണ്. ഒരു വീഡിയോ അത്ര കാണുന്നുണ്ടോയെന്ന് പോലും എനിക്കറിയില്ല. പക്ഷെ കാണുകയാണെങ്കിൽ പ്ലീസ് എന്ത് കമൻ്റ് ഇടുകയാണെങ്കിലും അപ്പുറത്തുനിന്ന് ആലോചിക്കണം. അപ്പുറത്തെ ഒരാൾക്ക് അത് എത്രത്തോളം ബാധിക്കും. നിങ്ങളൊരു ചെറിയ കാര്യമാണ് പറയുന്നതെങ്കിലും. മീൻ കമൻസിൻ്റെ വേറൊരു വീഡിയോ തന്നെ ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ആരെയും കുറ്റപ്പെടുത്തില്ല, പക്ഷേ അപ്പുറത്ത് നിൽക്കുന്ന ഒരാളെ മനസ്സിൽ എന്താണെന്നും കൂടി നിങ്ങൾ അറിയണം. എല്ലാവരും എപ്പോഴും നല്ലൊരു മൂഡിലോ എല്ലാം അക്സെപ്റ്റ് ചെയ്യാനുള്ള മൂഡിലോ ആയിരിക്കില്ല. അപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ള എന്താ വെച്ചാൽ തുടങ്ങണമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ തുടങ്ങുക. ഇത് നല്ല സ്മോൾ ബിസിനസ്സോ കുറേ ഉണ്ടാവുമല്ലോ. ആൻഡ് നിങ്ങളിങ്ങനെ എന്തെങ്കിലുമൊക്കെ മനസ്സിൽ ഇങ്ങനെ തുടങ്ങണമെന്ന് വിചാരിച്ചിട്ടൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഡു കോമെൻറ്റ് എന്താണ് നിങ്ങളെ മനസ്സിലുള്ളത് എന്നൊക്കെ. ആൻഡ് അതുപോലെ തന്നെ വേറൊരു കാര്യം, കമ്പയർ ചെയ്യാണ്ടിരിക്കുക നമ്മളെ തമ്മിൽ. ഇനിയിപ്പോൾ നിങ്ങളൊരു ക്രിയേറ്റർ ആണെങ്കിൽ ഓക്കെ, മറ്റേ ക്രിയേറ്ററിന് അങ്ങനെ അങ്ങനെ എൻ്റെ വീഡിയോസ് അത്ര രസമല്ല അതൊന്നും നോക്കണ്ട, നിങ്ങളെ ഇഷ്ടം പോലെ ചെയ്തോളി. പിന്നെ ഇനി എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത് ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനോടാണ്. ലൈക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ യൂട്യൂബ് ജേർണി സ്റ്റാർട്ടിങ് മുതലേ എൻ്റെ വീഡിയോസ് കണ്ടുവരുന്ന കുറച്ച് 1-2 പേരെങ്കിലും ഇവിടെ കാണും. ഓരോടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ താങ്ക് യു പറയാനുള്ളത്. ലൈക്ക് നിങ്ങൾക്ക് അറിയാമല്ലോ, ഈ ബാക്കി പുതിയ സബ്സ്ക്രൈബേഴ്സിനേക്കാളും നിങ്ങൾക്ക് ഇന്നെ അറിയുന്നുണ്ടാവും ഞാൻ എന്തായിരുന്നു, ഞാൻ എങ്ങനെയായിരുന്നു എന്നുള്ളതൊക്കെ. അപ്പോൾ ആൻഡ് ടു ദ ന്യൂ സബ്സ്ക്രൈബേഴ്സ്, നമുക്കിപ്പോൾ എത്ര 135K സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് തോന്നുന്നു. 5K തന്നെ ആയിരിക്കും, ഉണ്ട് തോന്നുന്നു. ലൈക്ക് നിങ്ങൾ ഇത്രയും പേരില്ലെങ്കിൽ ഇപ്പോൾ എനിക്ക് ഇങ്ങനൊന്നും ആവാൻ പറ്റില്ലായിരുന്നു. സോ താങ്ക് യു, ലൈക്ക് താങ്ക് യു സോ മച്ച്. ഞാൻ ഫോർ എവർ ഗ്രേറ്റ്ഫുൾ ആയിരിക്കും ഇത്രയും ആൾക്കാർക്കും, ഇത്രയും സപ്പോർട്ടിനും, ഇത്ര പേരിൻ്റെ വീഡിയോ കാണുന്നതിനും എല്ലാത്തിനും. ആൻഡ് എനിക്ക് ജെന്യൂൻലി നല്ല ആഗ്രഹമുണ്ട് ഈ ഒരു വീഡിയോ ടോക്ക് വിത്ത് ഐഷ എന്നുള്ള ഒരു സംഭവം നമുക്കെല്ലാവർക്കും ഒരു ഹോണസ്റ്റായിട്ട് സംസാരിക്കാൻ പറ്റുന്നൊരു സ്പേസ് ആവണേ എന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. സോ നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്തായാലും നമ്മുടെ കമൻറ്റിലൂടെ ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലും യൂട്യൂബോ എന്തെങ്കിലുമൊക്കെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് മനസ്സിലുണ്ട് പക്ഷെ പറ്റണില്ല, അങ്ങനെയൊക്കെ കുറേ എക്സ്പീരിയൻസ് ഉണ്ടാവുമല്ലോ. അതൊക്കെ എന്തായാലും നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുക. നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് സംസാരിക്കാമല്ലോ. സോ ദാറ്റ്സ് ഇറ്റ്. ബൈ.